ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ വിശദമായ വിശകലനങ്ങളിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. കനത്ത തോൽവി ചർച്ച ചെയ്യാൻ CPM യോഗം വിളിക്കും. 5 ദിവസം നീളുന്ന സംസ്ഥാന നേതൃയോഗം വിളിച്ച് തോൽവി വിശദമായി പരിശോധിക്കാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. ഇന്ന് തുടങ്ങുന്ന ദേശീയ നേതൃയോഗം കഴിഞ്ഞ് 10-ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേരുന്നുണ്ട്. കെ മുരളീധരന്റെ പരാജയവും തുടർന്നുള്ള വിമർശനങ്ങളുമായിരിക്കും കോൺഗ്രസിന്റെ തുടർ ചർച്ചകൾക്ക് ചൂടുപകരുക. 6 മാസത്തിനിടെ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതുകൂടി മുന്നിൽ കണ്ടുള്ള തിരുത്തൽ നടപടികൾക്കായിരിക്കും മുന്നണികൾ പ്രാധാന്യം നൽകുന്നത്. പക്ഷേ അക്കൗണ്ട് തുറന്ന ആവേശത്തിൽ തന്നെയാണ് BJP ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങാനാണ് NDAയുടെ തീരുമാനം. അൽ-അമീൻ തോട്ടുമുക്ക്, റിനു ശ്രീധർ, VS രഞ്ജിത്ത് എന്നിവർ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം അൽ-അമീനിലേക്ക്. അമീൻ, തൃശൂരിലെ തോൽവിയെ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസിൽ ചർച്ചകൾ നടക്കുന്നത്. UDF തരംഗമുണ്ടായി. 18 സീറ്റുകളിൽ ജയിച്ചു കയറിയെങ്കിൽ പോലും തൃശൂരിലെ തോൽവിയുടെ ഞെട്ടലിൽ നിന്നും നേതൃത്വം ഇനിയും മുക്തമായിട്ടില്ല. അവിടെ BJP ജയിച്ചു കയറി. അതിനു പിന്നാലെ കെ മുരളീധരൻ വലിയ വിമർശനം നേതൃത്വത്തിനെതിരെ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അദ്ദേഹം വൈകാരികമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് തന്നെയാണ് തുടർ ചർച്ചകൾ എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും വലിയ വിജയമുണ്ടായിട്ടും അതൊന്ന് ആഘോഷിക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ മാനസികമായി നേതാക്കൾക്ക് കഴിയുന്നില്ല. തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ NDA അക്കൗണ്ട് തുറന്നത്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചർച്ചകൾ? വിനിത സൂചിപ്പിച്ചതുപോലെ 18 സീറ്റുകൾ UDF നേടി, 14 സീറ്റുകൾ കോൺഗ്രസ് നേടി. പക്ഷെ അപ്പോഴും അവിടെയെല്ലാം വലിയ രീതിയിൽ ഒരു കരിനിഴലായി നിൽക്കുന്നത് തൃശ്ശൂരിലെ തോൽവിയാണ്. തൃശ്ശൂരിലെയും അതുപോലെ തന്നെ ആലത്തൂരിലും തോൽവി. അതിൽ തന്നെ തൃശ്ശൂരിലെ തോൽവി അത് BJP അക്കൗണ്ട് തുറന്നു എന്നുള്ളത് ഏറെ പ്രധാനം. അതിനോടൊപ്പം മുരളീധരനെ പോലെ ഒരാൾക്ക് അടിതെറ്റി 3-ാം സ്ഥാനത്തേക്ക് പിന്നോട്ട് പോയി എന്നുള്ളത് ഏറെ നിർണായകം. അതിനുശേഷം കെ മുരളീധരൻ നടത്തിയ പ്രതികരണങ്ങൾ നേതൃത്വത്തെ വല്ലാതെ വിഷമത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ചർച്ചകൾ ഇനി അത് കേന്ദ്രീകരിച്ച് തന്നെയാകും. തൃശ്ശൂരിൽ തോൽവിക്ക് പിന്നാലെ മുരളീധരന്റെ പ്രതികരണങ്ങൾക്ക് പിന്നാലെ തൃശൂർ ജില്ലാ നേതൃത്വത്തിനെതിരെയും സംഘടനാ വീഴ്ചകൾക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിയിലെ തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. സ്വാഭാവികമായും അത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോവുക നേതൃത്വത്തിന് പ്രയാസമാണ്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വരും തിരഞ്ഞെടുപ്പുകളിലടക്കം സംഘടനയ്ക്ക് മുന്നോട്ട് പോക്കിൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന നേതൃത്വം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. അതിനോടൊപ്പം കെ മുരളീധരൻ എന്ന കരുത്തനായ അവരുടെ നേതാവിനെ എങ്ങനെ അനുനയിപ്പിക്കാനാകുമെന്നുള്ള ഒരു ചോദ്യം കൂടി നേതൃത്വത്തിന് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ഇനി മത്സരിക്കാനില്ല. അതോടൊപ്പം പാർട്ടി യോഗങ്ങളിലോ സംഘടനാ പ്രവർത്തനങ്ങളിലോ സജീവമായി ഉണ്ടാകില്ല. ഒരു സാധാരണ പ്രവർത്തകനായി തുടങ്ങുമെന്നതടക്കമുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അത് വൈകാരികതയിലൂന്നിയുള്ളൊരു പ്രതികരണം മാത്രമായി ഒതുങ്ങുമോ, ഇനി അതല്ല കടുത്ത നിലപാട് സ്വീകരിച്ച് മുരളീധരൻ അങ്ങനെ മുന്നോട്ട് പോകുമോ എന്നതൊക്കെ ഏറെ പ്രധാനമാണ്. ഏതായാലും അതിനെയൊക്കെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. നടക്കാനിരിക്കുന്ന യോഗങ്ങളിൽ അതൊക്കെ തന്നെയായിരിക്കും ചർച്ചയാവുക. അതോടൊപ്പം ഇനി തെരഞ്ഞെടുപ്പ് വിശകലനത്തിനായി KPCC നേതൃയോഗവും രാഷ്ട്രീയകാര്യ സമിതി യോഗവും ഒക്കെ വൈകാതെ ചേരും. ആ യോഗങ്ങളിൽ മുരളീധരൻ പങ്കെടുക്കുമോ എന്നുള്ളത് പ്രധാനമാണ്. പങ്കെടുത്താൽ തന്നെ തൃശൂർ നേതൃത്വത്തിനെതിരെ മറ്റ് സംഘടനയിലെ മറ്റു നേതാക്കൾക്കെതിരെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ആ യോഗത്തിൽ മുരളീധരൻ നേരിട്ടുന്നയിക്കുമോ എന്നുള്ളത് അതിനേക്കാൾ പ്രധാനമാണ്. മറ്റേതെങ്കിലും നേതാക്കളെ ഈ വിഷയം കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും അതുപോലെ തന്നെ തുടർ ചലനങ്ങൾക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തന്നെ കെ മുരളീധരനുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആകുലതകളൊക്കെ മനസ്സിലാക്കി എന്നാണ്. സൂക്ഷ്മമായ പരിശോധന തൃശ്ശൂരിൽ നടത്താൻ പോകുന്നു. പക്ഷേ കെ മുരളീധരനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നത് ഏറെ നിർണായകമാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഒരു കൂട്ടായ തീരുമാനമായിരുന്നു വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ കൊണ്ടുപോകുക എന്നത്. അദ്ദേഹം പറഞ്ഞത് വടകരയിൽ നിന്നാൽ ജയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോഴും ചിന്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉൾപ്പെടെ കെ മുരളീധരനെ പരിഗണിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ടല്ലോ. കെ മുരളീധരൻ പോലൊരു നേതാവിനെ സംഘടനാ തലത്തിലും പാർലമെന്ററി തലത്തിലും ചുമതലകളില്ലാതെ മാറ്റി നിർത്തി മുന്നോട്ട് പോവുക പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല, അത് പ്രായോഗികവുമല്ല എന്നുള്ളത് നേതൃത്വത്തിൽ ഒരു വിഭാഗമെങ്കിലും കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലെ മറ്റു ചർച്ചകൾക്കൊക്കെ ശേഷം തന്നെ ആയിരിക്കും സംസ്ഥാനത്തെ സംഘടനാപരമായ മാറ്റങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സാധ്യതകളുണ്ടെങ്കിൽ ആ ചർച്ചകളിലേക്ക് കടക്കുക. അങ്ങനെ ചർച്ചകൾ വരുമ്പോൾ ഒരു സംഘടനാപരമായ മാറ്റങ്ങൾ പാർട്ടിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ സംഘടനാ ചുമതലകളിൽ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് കെ മുരളീധരനെ തൃപ്തിപ്പെടുത്താനാകുമോ എന്നുള്ളതായിരിക്കും നേതൃത്വത്തിന് മുന്നിലുള്ള ഏക പോംവഴി. അല്ലാത്ത പക്ഷം വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ മുരളീധരനെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. ഏതായാലും അതിന് പാർട്ടി നേതൃത്വം മുതലില്ല, അതിന് മുരളീധരനും തയ്യാറാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരുപക്ഷെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ മത്സരരംഗത്തുണ്ടാകും. ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞാലും അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നു നേരത്തെ. അത് പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉണ്ടാകും. പക്ഷേ അതിനു മുൻപ് എങ്ങനെ മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസ്
കോൺഗ്രസിൽ വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ തൃശ്ശൂരിലെ തോൽവി, ആലത്തൂരിലെ തോൽവി, അത് തൃശ്ശൂരിലെ പരാജയം മാത്രമല്ല, ജില്ലയിലെ തന്നെ 2 മണ്ഡലങ്ങളിലാണ് വലിയ തിരിച്ചടി നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത്, പാർട്ടിക്കുണ്ടായിരിക്കുന്നത്. ആ ജില്ലയിൽ ഒന്നാകെ, ജില്ലാ നേതൃത്വത്തിന് ഒന്നാകെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. എന്ന് മാത്രമല്ല, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പല തർക്കങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയും അതിന്റെ പ്രതിഫലനവും ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും നേതൃത്വം. ഏതായാലും ഏതു രീതിയിലായിരിക്കും കോൺഗ്രസിന്റെ ചർച്ചകളും പരിഹാര ഫോർമുല രൂപീകരണം എന്നതൊക്കെ ഏറെ പ്രധാനമാണ്. നേതൃയോഗം ചേരുമ്പോൾ മറ്റു ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ചേലക്കരയും അതുപോലെ തന്നെ പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കും കോൺഗ്രസ് മാത്രമല്ല, UDF മാത്രമല്ല, എല്ലാ മുന്നണികളും. സ്വാഭാവികമായും കോൺഗ്രസും അതിന് തയ്യാറെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം ചർച്ചകളും യോഗത്തിൽ ഉയർന്നവരും. അതിന് ആരെയായിരിക്കണം സ്ഥാനാർത്ഥിയാക്കേണ്ടത്? കാരണം VD സതീശന്റെ ഒരു സ്റ്റൈല്, ഒരു തിരഞ്ഞെടുപ്പ് സാധ്യത കണ്ടാൽ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ പോയി സ്ഥാനാർത്ഥികളെ ഇറക്കി തെരഞ്ഞെടുപ്പ് വേളയിൽ കളിക്കളം പിടിക്കുന്ന അല്ലെങ്കിൽ രംഗത്തിറങ്ങുന്ന ഒരു ശൈലിയല്ല. കഴിഞ്ഞ ഈ പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടത് നേരത്തെ തന്നെ അവിടെ ചൂണ്ടയെറിഞ്ഞ് കളം പിടിക്കുന്ന ഒരു രീതിയാണ്. സ്വാഭാവികമായും പാലക്കാടും ചേലക്കരയിലും വയനാട് രാഹുൽ ഗാന്ധി ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ ലോക്സഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അടക്കമുള്ള ഒരുക്കങ്ങളിലേക്കും കോൺഗ്രസ് നേതൃത്വം രീതിയിൽ തന്നെയായിരിക്കും ചർച്ചകൾ എന്നാണ് അല്ലമീൻ പറയുന്നത്.